കേൾ ഒരു ഒരു വാക്യ ശകലത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഞാനതൊന്ന് വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 24, 25. ആക്ച്വലി 24-നേക്കാട്ടിലും ഞാൻ 25ആണ്. 24 നമ്മൾ എപ്പോഴും കേൾക്കുന്നത്. ഞാൻ 24 ആദ്യം വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. അത് നമ്മളെപ്പോഴും പറയാറുള്ള ഒരു വാക്യമാണല്ലോ, സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ള കാര്യം. എന്നാൽ അതിന് സെക്കൻഡ് പാർട്ട് തന്നെ ഈ ദിവസങ്ങളിൽ ശക്തീകരിച്ചത്. അതായത് തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തിക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. അതായത് തമ്മിൽ പ്രബോധിപ്പിക്കുക. എനിക്കിത് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വാക്യം ഞാൻ വായിക്കാം. ലെറ്റ് us consider how to stimulate one another to love and good deeds. പിന്നെ 25-ന്റെ ഭാഗം കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ എൻകറേജിങ് വൺ അനദർ ആൻഡ് ഡു ഇറ്റ് ഓൾ ദ മോർ. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ദൈവമക്കൾ അന്യോന്യം എൻകറേജ് ചെയ്യേണ്ടി, സ്റ്റിമുലേറ്റ് ചെയ്യണം. എന്തിനാ? ടു ലവ്. അന്യോന്യം സ്നേഹിക്കാൻ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. മാത്രമല്ല നല്ല സൽപ്രവൃത്തികൾ സ്റ്റിമുലേറ്റ് ചെയ്യണം. അത് ഒരുമിച്ച് കൂടാൻ എൻകറേജ് ചെയ്യണം. അത് മാത്രമല്ല, അത് അധികമായി ചെയ്യണം. സോ ഈ കാര്യം ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഓർക്കുമായിരുന്നു ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്തുവാന്ന്. ഈ അധ്യായം എപ്പോഴും നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ അതിന്റെ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആ കോണ്ടെക്സ്റ്റ് വായിക്കാം. അതിനു മുമ്പ് തന്നെ ഞാൻ 2 വാക്യങ്ങളും കൂടെ വായിക്കട്ടെ. എബ്രായ ലേഖനം തന്നെ അതിന്റെ 12-ാം അധ്യായം അതിന്റെ 12-ന്റെ 12 ഇങ്ങനെ പറയുന്നത്: ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ആയിപ്പോവും, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ അങ്ങനെ ആയിപ്പോവും. തളർന്നിരിക്കും. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. എപ്പോഴും നമ്മൾ അത് ചെയ്യാനായിട്ട് ഒത്തിരി ഉത്സാഹിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം, പിന്നെ നമുക്ക് എബ്രായർ 10-ലോട്ട് തിരിച്ചു വരാം. സദൃശവാക്യങ്ങൾ അതിന്റെ 11-ന്റെ 25. Proverbs chapter 11 verse 25. അതിന്റെ സെക്കൻഡ് പാർട്ടാ. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അത് ഞാനിത് വായിച്ചപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷം. ശരി, അത് വളരെ കറക്റ്റാ. ആരെങ്കിലും നമ്മളെ അങ്ങോട്ട് എൻകറേജ് ചെയ്യാൻ പോയാൽ നമുക്ക് ഇങ്ങോട്ട് എൻകറേജ്മെന്റ് കിട്ടും. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. എത്ര വലിയ ഒരു കറക്റ്റ് വാക്യമാ ദൈവത്തിന്റെ ആത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ ചിന്തിക്കുമായിരുന്നു. അതിന്റെ ഇംഗ്ലീഷ് വേഴ്സ് ഇങ്ങനെയാ: റിഫ്രഷ് അതേഴ്സ് ആൻഡ് യു വിൽ ബി റിഫ്രഷ്ഡ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ചിലരെ പറ്റി നമ്മൾ ചിന്തിക്കും, അവര് നമുക്ക് വലിയ പ്രയോജനമൊന്നും ചെയ്യത്തില്ലല്ലോ, പിന്നെ നമ്മൾ അവരുടെ അടുത്ത് അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല. ഒരു എൻകറേജ്മെന്റ് ഇല്ലാതിരിക്കുന്ന ആൾക്കാരെ നമ്മൾ പോയി അവരെ എൻകറേജ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ, എഫേർട്ട് എടുത്ത് നോക്കുമ്പോൾ, കർത്താവിന്റെ വാഗ്ദത്വം എന്തുവാ? തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. തിരിച്ച് നമുക്ക് ഈ വാക്യം നമുക്ക് പിന്നെ വായിക്കാം. ഇപ്പൊ തിരിച്ച് നമുക്ക് എബ്രായർ 10-ാം അധ്യായം വായിക്കാം. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്യുക. എബ്രായർ 10-ാം അധ്യായം എന്തുവാണ് കോണ്ടെക്സ്റ്റ്, അതായത് അന്യോന്യം പ്രബോധിപ്പിക്കുന്നതിന്റെ. അതിന്റെ 1-ാം വാക്യത്തിൽ നമുക്ക് ആ വാക്യങ്ങളെല്ലാം അറിയാം. ആ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്: ന്യായപ്രമാണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ലാസ്റ്റില് ഇടവിടാതെ കഴിച്ചു വരുന്ന യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണം പൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിയുകയില്ല. ഇതാണ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അതായത് ന്യായപ്രമാണത്തിന് സൽഗുണ പൂർത്തി നമ്മൾ വരുത്താൻ ഒരു നാളും കഴിവുള്ളതല്ല. അതുകൊണ്ട് എന്താ ചെയ്തത്? 5-ാം വാക്യത്തിൽ കർത്താവ് തന്നെ പറഞ്ഞു: ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി വന്നു. ഇത് നമുക്കറിയാം. അത് കഴിഞ്ഞ് 14-ാം വാക്യം വായിക്കുമ്പോൾ, ഏകയാഗത്താൽ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണം. അപ്പൊ സൽഗുണപൂർത്തി കിട്ടി സദാകാലത്തേക്കും. ഇതാണ് നമുക്കൊരു വലിയ എൻകറേജ്മെന്റ്. പലപ്പോഴും നമ്മൾ തെറ്റിപ്പോകും നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ കർത്താവ് നമുക്ക് വേണ്ടി വാദിക്കുക. നമുക്കതെല്ലാം അറിയാം. നമുക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ്, ഹോളി സ്പിരിറ്റ് നമുക്ക് വേണ്ടി ഒരു ഇന്റർസെസറാ. കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് സദാകാലത്തേക്കും ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് അത് വലിയൊരു ആശ്വാസം, നമുക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഒരാളുണ്ടെന്ന്. അത് താഴെ വരുമ്പോൾ 17-ാം വാക്യം: അവരുടെ പാപങ്ങളെ അകൃത്യങ്ങളെ ഞാൻ നീ ഓർക്കയില്ല. ഞാൻ എപ്പോഴും ഓർക്കണം, എന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ചെയ്ത പാപങ്ങളൊക്കെ, അതിന് മുമ്പുള്ള ചെയ്ത പാപങ്ങളൊക്കെ എനിക്കറിയാം മോചിച്ച് കിട്ടിയെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് ചില കാര്യങ്ങളിൽ ഞാൻ
മനഃപൂർവ്വമായിട്ട് ചിലപ്പം തെറ്റിപ്പോയ അല്ലെങ്കിൽ അറിയാതെ തെറ്റിപ്പോയ കാര്യങ്ങൾ എപ്പോഴും എനിക്കൊരു ഒരു വളരെ പ്രയാസവും കുറ്റബോധവും ഉണ്ടാവുമായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് ഈ കാര്യം മനസ്സിലായി. എന്റെ പാപങ്ങളെ അകൃത്യങ്ങളെയും കർത്താവ് ഇനി ഓർക്കയില്ല എന്ന് എഴുതിയിരിക്കുന്നത്. റെഗുലർലി എന്നെ കഴുകിക്കൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് അടുത്ത വാക്യം 21 വായിക്കുമ്പോൾ അതുകൊണ്ട് എന്തോ ധൈര്യമായിട്ട്, ധൈര്യവും ദേവാലയത്തിൽ 20 തൊട്ട് തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറും ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ. ഇതൊക്കെ അടുത്തു വരും. ഇതൊക്കെ കർത്താവ് ചെയ്യുന്ന കാര്യമാണ്. കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതായത് നമുക്ക് വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയത്തോടെ നമുക്ക് അടുത്തു വരാം. ഇത്രയും കാര്യങ്ങൾ നമുക്കുള്ളത് കൊണ്ടാണ് 24, 25, 23 കൂടെ വായിക്കാം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ഞാൻ ഓർക്കുക ഈ ഒരു ചാപ്റ്ററിൽ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതായത് ന്യായപ്രമാണത്തിന് ക്രിസ്തുവിനെ കൂടാതെയുള്ള ഒരു ന്യായപ്രമാണത്തിന് നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് ഒരു നാളും മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞു ഞാൻ വരുവാന്ന് പറഞ്ഞു. തന്റെ യാഗം, തന്റെ ശരീരയാഗം ചെയ്തു രക്തം ചിന്തി. അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തി. അപ്പൊ അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുക വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. നമുക്ക് ധൈര്യമായിട്ട് കർത്താവിന്റെ അടുത്ത് വരാം. നമ്മുടെ പാവങ്ങളെ ഇനിയും ഓർക്കയില്ല. ഇത്രയും പറയുമ്പോഴത്തേക്ക് തന്നെ എന്തൊരു ആശ്വാസം നമുക്ക്. അതുകൊണ്ട് നാം എന്താ ചെയ്യേണ്ടത്? 24, 25 സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്, തമ്മിൽ പ്രബോധിപ്പിക്കണം, സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിക്കണം. ഇത് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഞാനിത് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുമായിരുന്നു. ഇങ്ങനെ കർത്താവ് ഇതിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾസ് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഓർപ്പിച്ചു തരാനായിട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഒന്ന് ദാനിയേലിന്റെ കാര്യമാണ്. ദാനിയേലിന്റെ കാര്യം നമുക്കറിയാം. ദാനിയേൽ വളരെ ഡിസ്കറേജിങ് ആയിട്ടൊരു സ്ഥലമാണ്. അവന്റെ സ്വന്തം ദേശത്തിൽ നിന്ന് പിടിച്ച് അവനെ കൊണ്ടുവന്ന ഒരു അന്യദേശത്താക്കി ഒരു സ്ലേവ് ആക്കി കൊണ്ടിരിക്കുക. ആക്ച്വലി ഒരു ഡിസ്കറേജ്മെന്റ് അവരുടെ. പക്ഷെ അവൻ എന്തോ ചെയ്ത് തന്നെത്താനെ അവൻ ഡിസ്കറേജ്ഡ് ആകുന്നില്ല ചിന്തിച്ചിട്ട് ദൈവത്തിന് വേണ്ടി ആ സ്ഥലത്ത് ജീവിക്കാൻ തീരുമാനിച്ചു. ഒരു തീരുമാനം എടുത്തു. ആ തീരുമാനം എടുത്തത് മാത്രമല്ല അവന്റെ 3 ഫ്രണ്ട്സിനെയും അവൻ ഉത്സാഹപ്പെടുത്തി. അവരെന്ത് ചെയ്തു? അവർ റെഗുലറായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് പിന്നെ ഈ രാജാവ് സ്വപ്നത്തിന്റെ അർത്ഥം ചോദിക്കാൻ പറഞ്ഞപ്പോൾ സ്വപ്നവും അർത്ഥവും പറയാൻ പറഞ്ഞപ്പോൾ അവന് ഓടി തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകാൻ പറ്റിയത്. അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കി. അതിൽ നിന്ന് നമ്മൾ എന്തോ അതുകൊണ്ടാണ് ഈ പുതിയ നിയമത്തിൽ പറയുന്നത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ചിലപ്പോൾ ഒരാളുടെ കൂടെ അല്ലെങ്കിൽ 2 പേരുടെ കൂടെ അല്ലെങ്കിൽ സഭായോഗങ്ങള് ഒരു സഭായോഗവും മുടക്കാൻ പാടില്ല. ഞാൻ ഓർക്കാൻ പലപ്പോഴും നമുക്ക് കുടുംബ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള പ്രാർത്ഥനയും സഭായോഗങ്ങളും മുടക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതേസമയം നമ്മൾ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടോ വീഡിയോ കോൾ ചെയ്തുകൊണ്ടോ ഒക്കെ ഇരിക്കും. പക്ഷെ പ്രാർത്ഥനയുടെ സമയം വരുമ്പോഴാണ് നമ്മൾ അയ്യോ സമയമായി എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ദാനിയേൽ അങ്ങനെ ചിന്തിച്ചില്ല. ഞാൻ അതുപോലെ ചിന്തിക്കുമായിരുന്നു. മാർക്കോസിന്റെ സുവിശേഷം എടുക്കണ്ട 6-ാം അധ്യായത്തില് ഈ യേശു കർത്താവ് ഡിസൈപ്പിൾസിന്റെ കൂടെ വേറിട്ട് മാറിപ്പോയിരിക്കുന്ന ഒരു സീനുണ്ട്. അവര് വളരെ ടയേർഡായിട്ട് എല്ലാം കഴിഞ്ഞു വന്നപ്പോ കർത്താവ് പറയുക നിങ്ങൾ വേറിട്ട് വന്ന് ആശ്വസിച്ചുകൊള്ളുവിൻ. കാരണം അവർ എഴുതിയിരിക്കുന്നത് അവർക്ക് ഒത്തിരി ആൾക്കാർ വന്നും പോയിരുന്നോണ്ട് അവർക്കൊന്നും കഴിക്കാൻ പോലും സമയമില്ലായിരുന്നു എന്ന്. അങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മൾ ചിലപ്പം വരും. അല്ലെങ്കിൽ ഡിസ്കറേജിങ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെ എപ്പോഴും വരും നമ്മുടെ ജീവിതത്തിൽ. ചില മാറാത്ത അസുഖങ്ങളായിരിക്കും. ചിലപ്പോൾ ശരീരത്തിന് ശക്തിയില്ലായിരിക്കും. ചിലപ്പോൾ ചിലർ നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതായിരിക്കും. ചിലപ്പോൾ നമുക്ക് സ്റ്റുഡൻസ് ആണെങ്കിൽ മാർക്ക് കുറവായിരിക്കും. ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടി കാണത്തില്ല. ചിലപ്പോൾ നമുക്ക് ഒരു ആലോചിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ഒരു കല്യാണം ആവുന്നില്ല. പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് മാർക്ക് കിട്ടും. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. എപ്പോഴും ഡിസ്കറേജിങ് കാര്യങ്ങളെ വരുവുള്ളൂ. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം. പലപ്പോഴും നമുക്കൊരു ചെറിയ ഡിസ്കറേജ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്. നമ്മളെക്കാട്ടിലും ഒത്തിരി കൂടുതൽ ഡിസ്കറേജ് ആയിട്ടുള്ള ആൾക്കാർ കൂടെ കാണുക. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എൻകറേജ്ഡ് ആവാനും ആകപ്പാടെ ഉള്ളത് ദൈവവചനമാണ്. അവർ എൻകറേജ്ഡ് ആവാനും ദൈവവചനമാണ്. അപ്പം ആ ദൈവവചനം അന്യോന്യം ഷെയർ ചെയ്യുമ്പോൾ അതാണ് റിഫ്രഷിങ് അതേഴ്സ്. ദൈവവചനം വെച്ച് മാത്രമേ റിഫ്രഷ്മെന്റ് കിട്ടുള്ളൂ. പലപ്പോഴും ഞാൻ ആലോചിക്കും, ചിലപ്പോൾ ഞാൻ രാവിലെ ഇറങ്ങി പോകുന്ന സമയത്ത് ഇച്ചിരി തിരക്കായിരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഇളയ മോള് ഓടി വരും കോളേജിൽ പോകാനായിട്ട്. അപ്പൊ അവളുടെ മുഖം ചിലപ്പോൾ ഇച്ചിരി വാടിയിരിക്കുന്നത് കാണാം. ആ വാടിയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മിനിറ്റേ ഉള്ളൂ. പക്ഷെ ആ ഒരു മിനിറ്റില് ഒരു ദൈവവചനം പറയുമ്പോഴത്തേക്ക് അവളുടെ മുഖം പ്രകാശിക്കുന്നതായിട്ട് ഞാൻ കാണും. ആ ശരിയാ അമ്മ എന്ന് പറയുന്നത് കാണും. അപ്പൊ ഞാൻ ഓർക്കുമായിരുന്നു എത്രമാത്രം ഇത് ഇമ്പോർട്ടന്റാ മറ്റുള്ളവരെ നമ്മൾ തണുപ്പിക്കുന്നത്. അപ്പൊ അവളെ എൻകറേജ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ പറ്റുന്നത്? ഞാൻ എൻകറേജ്ഡ് ആവും.
അപ്പൊ ഇത് വളരെ നമ്മൾ വിൽഫുൾ ആയിട്ടൊരു ഹാബിറ്റാക്കി നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ആ ലാസ്റ്റ് വാക്യം 2, 3 വാക്യങ്ങൾ മാത്രം ഒരു പ്രാവശ്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ ആദ്യം വായിച്ചത് എബ്രായർ 10:24. ഞാൻ അതിന്റെ ഇംഗ്ലീഷ് ഒന്നുകൂടെ വായിക്കട്ടെ. എനിക്ക് ഇംഗ്ലീഷ് വേർഡ് ഒത്തിരി ഇഷ്ടമാണ്. ലെറ്റ് us കൺസിഡർ, എന്നുവെച്ചാൽ നമ്മളത് ആലോചിച്ചെടുക്കണം. ഹൗ ടു സ്റ്റിമുലേറ്റ് വൺ അനദർ ടു ലവ് ആൻഡ് ഗുഡ് ഡീഡ്സ്. അതായത് നമുക്ക് ചുമ്മാ നാച്ചുറൽ ആയിട്ട് വരത്തില്ല. ഞാൻ ചിന്തിക്കണം, "യ്യോ, ഈ പ്രിയം ഞാൻ ഇന്ന സ്ഥലത്തോട്ട് പോവാ. അവിടെയുള്ള ആൾക്കാരെ എനിക്ക് എങ്ങനെ എൻകറേജ് ചെയ്യാൻ പറ്റും? എങ്ങനെ അവരെ ഒന്ന് തണുപ്പിക്കാൻ പറ്റും?" ഇത് നമ്മുടെ പ്രയോറിറ്റി ആകുമ്പം ദൈവം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ലാതെ നമ്മൾ ചിന്തിക്കുന്ന, "അയ്യോ, നമ്മളൊന്ന് പോയി എനിക്കൊരു", പലപ്പോഴും നമ്മളെന്താ ചിന്തിക്കുന്നത് അറിയാമോ? "ഓ, ഞാൻ ഒത്തിരി ടയേർഡായി. എനിക്കൊരു ഇച്ചിരി ഒരു റിഫ്രഷിങ് വേണം." അങ്ങനെയല്ല. ദൈവം നമുക്ക് വേണ്ടി റിഫ്രഷിങ് എല്ലാം തരും. നമ്മൾ കൺസിഡർ ചെയ്യണം, ഹൗ ക്യാൻ വി സ്റ്റിമുലേറ്റ് അനദർ പേഴ്സൺ ടു ലവ് ആൻഡ് ടു ഗുഡ് ഡീഡ്സ്. ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കും. ചിലപ്പോൾ ഒന്ന് വിസിറ്റ് ചെയ്യാനായിരിക്കും. എനിക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഞാൻ പറയും, ഇത് ദൈവം എന്നെ പഠിപ്പിക്കുന്ന കാര്യം. മാത്രമല്ല, എന്തുവാ ചെയ്യേണ്ടത്? ലവും ഗുഡ് ഡീഡ്സും മാത്രമല്ല, ഒരുമിച്ച് ഗ്യാദർ ചെയ്യുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റാ. ഞാൻ ഓർക്കുവായിരുന്നു, ഞങ്ങളുടെ നമ്മുടെ ചർച്ചിലൊരു ഈവനിംഗ് ബൈബിൾ സ്റ്റഡി ഉണ്ടല്ലോ. ആക്ച്വലി നമ്മുടെ കോവിഡ് കഴിഞ്ഞപ്പോ തൊട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര മടിയാ ഒരുമിച്ച് എഫേർട്ട് എടുത്ത് പോവാനായിട്ട്. ആഹ് 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 ആ ബൈബിൾ സ്റ്റഡിക്ക് ഞങ്ങളുടെ അമിത് സഹോദരനാണ് ഹാളിൽ തന്നെ വെക്കണം എന്ന് പറഞ്ഞത്. ഹാളിൽ വന്നിരുന്നാലേ ശ്രദ്ധിക്ക്. നമുക്ക് ഈസി വേ ഔട്ടാ വീട്ടിൽ ഇരുന്നൊരു ഫോണും പിടിച്ചോണ്ടിരിക്കാൻ. സഹോദരന്റെ നിർബന്ധത്താലാണ് ഞാൻ പോയി അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഇരുന്ന് കഴിയുമ്പോ എത്ര റിഫ്രഷിംഗ് ആണെന്ന് എനിക്കത് പറയാൻ പറ്റില്ല. കാരണം ദൈവവചനം വേറെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ കേൾക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുക ആ സഹോദരൻ അതങ്ങനെ പറഞ്ഞതുകൊണ്ട്. അതേസമയം ഞാൻ ഓർക്കുക, നമുക്ക് ഈയിടെ അറിയാം, പലരും ദൈവവചന നിമിത്തം പല സ്ഥലങ്ങളിലും ബന്ധിക്കപ്പെടുന്നവരെ നമുക്കറിയാലോ. അവരൊക്കെ ഒന്ന് കൊതിക്കുമായിരിക്കും, എത്ര കിലോമീറ്റർ വേണമെങ്കിലും ട്രാവൽ ചെയ്ത് പോയി ഇരുന്ന് ദൈവവചനം കേൾക്കാൻ പറ്റിയെങ്കിൽന്ന് കേൾക്കുമായിരിക്കും. അപ്പൊ ഇങ്ങനെ ഈ കാര്യം നമ്മൾ ഒരിക്കലും മാറ്റി വെക്കരുത്. ഒരുമിച്ച് കൂടി വരുന്നത് എൻകറേജിങ് വൺ അനദർ. നമുക്ക് അതിന്റെ മലയാളം ഞാൻ വായിക്കട്ടെ. തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നെന്ന് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതിരിക്കുക. മറ്റേ ഈ എബ്രായർ 2 വാക്യങ്ങളിലൂടെ വായിച്ചായിരുന്നു. എബ്രായർ 12:12. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. സ്ട്രെങ്തൻ ദ ലെഗ്സ് വിച്ച് ആർ ലെയിം ആൻഡ് ദ നീസ് വിച്ച് ആർ ഫീബിൾ. അങ്ങനെ എങ്ങാണ്ട് ഇംഗ്ലീഷിൽ പറയുന്നത്. തളർന്ന കൈയും, നമ്മുടെ ചുറ്റുപാട് ഒത്തിരി പേരുണ്ട് അങ്ങനെ. ആ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവസാനമായിട്ട് പ്രോവേർബ്സ് 11 സന്ദൃശവാക്യങ്ങൾ 15-25 ഒന്നുകൂടെ വായിക്കുക. തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. അനേകർക്ക് തണുപ്പ് കൊടുക്കുവാനായിട്ട് ആ ചെയ്യുന്ന ഇതില് കർത്താവ് നമുക്ക് തണുപ്പ് തരും. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ച് ദൈവജന ശുശ്രൂഷ അവസാനിപ്പിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം യേശുവേ, സ്തോത്രം ഈ നല്ല സമയത്തിനായി, സ്തോത്രം ഈ പ്രഭാതത്തിൽ കർത്താവേ, അങ്ങയുടെ പാദപീഠത്തിങ്കിൽ ഞങ്ങളായിരിക്കുവാൻ അവിടുന്ന് കൃപ ചെയ്തതിനായി നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ കൃപയൊന്ന് മാത്രം കർത്താവേ ഞങ്ങൾക്ക് തരുന്നതിനായി സ്തോത്രം ചെയ്യുകയും ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവെ, അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനും ഓരോരുത്തർക്കും വേണ്ടുന്ന കാര്യങ്ങൾ അവരെ ഒന്ന് ഉത്സാഹിപ്പിക്കുവാനും കർത്താവെ സ്റ്റിമുലേറ്റ് ചെയ്യുവാനും എൻ്റെ ദൈവമേ അവിടുന്ന് ഞങ്ങളെ പിന്നെയും സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന കുറവുകളും കുറ്റങ്ങളൊന്നും ഓർക്കരുതേ. അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയുന്ന കർത്താവെ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ കാലം കർത്താവെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, വചനം പറഞ്ഞു തന്ന എൻ്റെ മകളോട് കൂടെ ഇരിക്കണമേ കർത്താവെ. എൻ്റെ മകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത് അതാ പൂർണ്ണമായി കേൾപ്പിക്കുകയാണ് കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും അങ്ങ് കൂടെ ഇരുന്ന് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ഇതമല്ലാത്തതിലൊന്നും പോയി അകപ്പെടുവാൻ അവിടുന്ന് സമ്മതിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വം അങ്ങയ്ക്ക്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ശ്രദ്ധിക്കാവേ. ആമേൻ. സ്തോത്രം.